കോഴിക്കോട് മാവൂർ നടുറോട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ കൂട്ടത്തല്ല്. കോഴിക്കോട് മാവൂർ റോഡിലോടുന്ന ഫാന്റസി, കടുപ്പയിൽ എന്നീ ബസ്സുകളിലെ ജീവനക്കാരാണ് തമ്മിലടിച്ചത്. സമയക്രമവുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിടിച്ചു മാറ്റാൻ ചെന്ന ഓട്ടോ ഡ്രൈവർക്കും പരിക്കേറ്റു. സംഭവത്തിൽ ബസ് ജീവനക്കാരായ രജീഷ് ബാബു, ഷാജഹാൻ, വിശാഖ്, മുഹമ്മദ് സൽമാൻ എന്നിവർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. കാൽനട യാത്രക്കാർക്കും മറ്റ് വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് കേസ്. സംഭവത്തിൽ ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദൃശ്യങ്ങൾ കാണാം ശബ്ദത്തോടെ. കോഴിക്കോട് മാവൂർ നടുറോട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങളാണ് കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകരിൽ പലർക്കും അറിയാം, ഇപ്പോഴും പലയിടങ്ങളിലും ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നവരുണ്ടാവും. എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെയും പല ഘട്ടങ്ങളിൽ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നവർ കണ്ടിട്ടുള്ള കാഴ്ചയാണ്, ഇപ്പോഴും കാണുന്ന കാഴ്ചയുമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിന്റെ തൊട്ടരികിലൂടെ തൊട്ടില്ല മുട്ടിയില്ല എന്നുള്ള രീതിയിൽ വരുന്ന മറ്റൊരു ബസ്, ആ ബസ്സിലെ ഡ്രൈവറും മറ്റൊരു ബസ്സിലെ ഡ്രൈവറും തമ്മിൽ പരസ്പരം വാക്കേറ്റമുണ്ടാവുന്നു. ചില സന്ദർഭങ്ങളിൽ കണ്ടക്ടറും കിളിയും ഒക്കെ ബസ്സിൻ്റെ ജനലുകളിലൂടെ തല പുറത്തിട്ട് മറ്റേ ബസ്സിലെ ഡ്രൈവറെയും ജീവനക്കാരെയും കേട്ടാലറക്കുന്ന തെറിവാക്കുകൾ പറയുന്നു. ഇടയ്ക്ക് വലിയ അപകടങ്ങൾ വരുന്ന രീതിയിലുള്ള ഉരച്ചിലുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെ സമയക്രമത്തിൻ്റെയും മറ്റും പേരിൽ മരണവേഗത്തിലോടുന്ന ബസ്സുകളിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും പരസ്പരം തെറിവിളിക്കുന്നത് നിത്യേന നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ രണ്ട് ബസ്സുകളിലെ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിഭീകരമായിട്ടുള്ള രീതിയിൽ കൂട്ടത്തല്ല് നടത്തിയിരിക്കുന്നു. യാത്രക്കാർ അത് കണ്ടുനിന്നു. ഇവർ ഈ രീതിയിലെങ്കിലും തല്ലി തീരട്ടെ, അത്രത്തോളം ഭീകരമായിട്ടുള്ള രീതിയിൽ അതിഭീകരമായ ശബ്ദം മുഴക്കിക്കൊണ്ടും മറ്റുമാണ് ഇവർ വാഹനങ്ങൾ ഓടിക്കുന്നത്. ആ രീതിയിൽ ഈ ആക്രമണം നന്നായി എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം അങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. സമയക്രമം പാലിച്ചില്ലെങ്കിൽ അവർക്ക് യാത്രക്കാരെ പൂർണ്ണമായിട്ട് കിട്ടിയില്ല എങ്കിൽ വൈകുന്നേരം ഒരു ദിവസത്തെ കഠിനാധ്വാനം കഴിഞ്ഞ് എത്തുമ്പോൾ ഉചിതമായ രീതിയിൽ പണം ഉടമ നൽകിയില്ല എന്ന് വന്നേക്കാം. ഇങ്ങനെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കോഴിക്കോട്ടെ മാവൂരിലെ നടുറോട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ പരസ്പരം തല്ലി തീർത്തിരിക്കുന്നു. കോഴിക്കോട് മാവൂർ റോഡിലോടുന്ന ഫാന്റസി എന്ന ബസ്സിലെയും കടുപ്പയിൽ എന്ന ബസ്സിലെയും ജീവനക്കാരാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യൂണിഫോം ധരിച്ചുകൊണ്ടും ഒപ്പം തന്നെ പൂർണ്ണമായ യൂണിഫോം ധരിക്കാതെയും മുണ്ട് ധരിച്ചുകൊണ്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടിയിരിക്കുന്നത്. പിടിച്ചു മാറ്റുന്നുണ്ട് ചിലരെങ്കിലും. വലിയ രീതിയിലുള്ള നെഞ്ചത്ത് ചവിട്ടുകൾ കിട്ടിയിട്ടുണ്ട്. സമയക്രമവുമായി ബന്ധപ്പെട്ടുള്ള വാക്കേറ്റമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിടിച്ചു മാറ്റാൻ ചെന്ന ഒരു പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർക്കും അടികിട്ടി. സംഭവത്തിൽ ബസ് ജീവനക്കാരായ രജീഷ് ബാബു, ഷാജഹാൻ, വിശാഖ്, മുഹമ്മദ് സൽമാൻ എന്നിവർക്കെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാൽനട യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് കേസ്. ഈ അടി നടക്കുമ്പോൾ പരസ്പരം ഉപയോഗിച്ച തെറിവാക്കുകൾ കേട്ട സ്ത്രീകൾ, കുട്ടികൾ എന്നിവരടക്കമുള്ള അവരെ ആ രീതിയിലുള്ള തെറിവാക്കുകൾ, അസഭ്യവാക്കുകൾ പൊതുനിരത്തിൽ കേൾപ്പിച്ചതിന് ഏതെങ്കിലും വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണം നടത്തിയ ഡ്രൈവർമാരെയും ബസ് ജീവനക്കാരെയും മാത്രമല്ല ആ ബസ്സുകളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.